ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നമുക്ക് യേശുവിനെ സ്വന്തമാക്കുവാനും ആ ദൈവപുത്രൻ്റെ സാദൃശ്യത്തോട് നമ്മയും കൂടെ ഉൾക്കൊള്ളിക്കുവാനും സാധിക്കും. റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ അവിടുന്ന് മുൻകൂട്ടിൽ അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുവാൻ മുൻകൂട്ടിൽ നിശ്ചയിക്കുകയും ചെയ്തു. അപ്പം നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ കർത്താവിനെ സ്വന്തമാക്കണം. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഈ ഭൂമിയിൽ വിശുദ്ധരായി ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവിടുന്ന് നമ്മളെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ആഗ്രഹമാണ് ദൈവം നോക്കുക. നമ്മുടെ സന്നദ്ധതയാണ് ദൈവം ആഗ്രഹിക്കുക. ഈ സന്നദ്ധതയിലൂടെ 2 പത്രോസ് 1-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ദൈവം ഈ ഭൂമിയിൽ വെച്ച് ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനായിട്ട് ദൈവം നമുക്ക് തന്ന ഈ വിശുദ്ധമായ വിളിയിൽ നമ്മൾ ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും നമുക്ക് നമ്മുടെ കർത്താവിനെ സ്വന്തമാക്കുവാനായിട്ട് ക്രിസ്തുവിൻ്റെ രൂപത്തോട് നമ്മളെയും കൂടി സാദൃശ്യപ്പെടുത്തുവാനായിട്ട് നമുക്കും തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കണം. അതിനുള്ളൊരു കൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി ഈ വചനങ്ങൾ ഓരോന്നും നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ നമുക്ക് പാകുവാൻ സാധിക്കും? ഓരോ വചനവും നമ്മൾ അനുസരിക്കുമ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തോടും ആത്മാവിനോടും ചേരുകയാണ്. വചനങ്ങൾ എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കും? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും ബലഹീനമാക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടുപിടിക്കുക. ചിലപ്പം നമ്മുടെ നാവിൻ്റെ ദുരുപയോഗമായിരിക്കും, അല്ലെങ്കിൽ ഈ ലോക വസ്തുക്കളോടുള്ള നമ്മുടെ ആഗ്രഹമായിരിക്കാം, ജഡത്തിൻ്റെ ദുരാശകളായിരിക്കാം. ഇത് തന്നെയല്ല, അനേകം പാപങ്ങളുണ്ട്. ഇതിൽ ഓരോ പാപങ്ങളെയും പൂർണ്ണമായിട്ടും നമ്മിൽ നിന്ന് എടുത്തു മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ക്രിസ്തുവിനോടുകൂടി നമ്മളും മരിക്കുകയാണ് ചെയ്യേണ്ടത്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കുവാൻ അവന് സാധിക്കും എന്നാണ് പറയുക. ഇതിപ്പോൾ നമ്മൾ ഈ വചനം അനുസരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് യേശുവിൻ്റെ സഹായം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വചനത്തെ നമ്മിൽ മാംസമാക്കുവാൻ നമ്മൾ നാവിനെ നിയന്ത്രിക്കുമ്പോൾ നമുക്ക് സാധിക്കും. ഇങ്ങനെ ഓരോ വചനങ്ങളും ഓരോ പാപങ്ങളും നമ്മിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോൾ നമ്മിൽ സംഭവിക്കുന്നത് എന്താണ്? ആ ക്രിസ്തു രൂപാന്തരപ്പെടുകയാണ്. നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ ഓരോ വചനങ്ങളിലൂടെ ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിനോട് നമ്മളെ ഐക്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ജീവിതം മുഴുവൻ എന്താണ്? വിശുദ്ധീകരണത്തിൻ്റെ ജീവിതമാണ്. ഓരോ വചനങ്ങളാലും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. റോമാക്കാർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ ആ 3 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ ആ വചനം നമുക്ക് മനസ്സിലാകുകയില്ല. കാരണം കുറച്ച് ഡീപ്പാണ് ആ വചനം. എങ്കിലും അത് നമ്മൾ കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ജ്ഞാനസ്നാനത്തിലൂടെ യേശു ക്രിസ്തുവിനോടുകൂടി നമ്മൾ മരിക്കുകയാണ്. ഓരോ പാപങ്ങളും നമ്മൾ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ യേശുക്രിസ്തുവിനോടുകൂടി നമ്മൾ മരിച്ചിട്ട് അവിടുത്തോടുകൂടി ഉത്ഥാനം ചെയ്യുകയാണ്. നമ്മളൊരു വചനം അനുസരിക്കുകയാണെങ്കിൽ ആ വചനത്തിലൂടെ നമുക്ക് അനേകരെ രക്ഷിക്കാൻ സാധിക്കും. വിശുദ്ധരൊക്കെ എങ്ങനെയാണ് വിശുദ്ധരായിത്തീരുന്നത്? അവരോരോ വചനങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ വചനം അവരെ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ആ തിന്മയെ അവർക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പല രോഗങ്ങൾക്കും വിശുദ്ധരോട് മധ്യസ്ഥം വഹിക്കാറുണ്ട്. വ്യാധികൾക്കും വേണ്ടി അവരോട് മധ്യസ്ഥം വഹിക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിനോട് നമ്മൾ എന്തിനാണ് മധ്യസ്ഥം വഹിക്കുക? വ്യാധികളിൽ നിന്ന് രക്ഷപ്പെടാൻ. അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ശുദ്ധത എന്ന പുണ്യത്തിന് വേണ്ടി പോരാടിയ കാരണം അത്തരത്തിലുള്ള ദുഷ്ടശക്തികളെ മുഴുവനും തകർക്കാനുള്ള കൃപ ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. ഇതുപോലെയാണ് നമ്മൾ ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന അനേകരെ നമുക്ക് തിന്മയിൽ നിന്നും രക്ഷിക്കുവാൻ സാധിക്കും. ഇന്നിപ്പം നമ്മുടെ സമൂഹത്തിൽ കുടുംബജീവിതം തകർക്കപ്പെട്ട അനേകം വ്യക്തികളുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളിലായിരിക്കും അവർ തമ്മിൽ പിരിഞ്ഞിരിക്കുക.
ഒരു വചനം നമ്മൾ അനുസരിക്കാൻ തീരുമാനിച്ചാൽ ശാന്തമായിട്ട് അതിനെ നേരിടുവാനും അതിനെ ദൈവം ഏൽപ്പിച്ച ആ ദൗത്യങ്ങൾ എനിക്ക് ദൈവത്തോട് വിശ്വസ്തത പുലർത്തണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിലും വളരെ നിസ്സാരമായിട്ട് ആ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ ആ വചനത്തിലൂടെ തിന്മയെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ ഇതുപോലെ വേദന അനുഭവിക്കുന്ന അനേകരെ നമുക്ക് സഹായിച്ചു കൊടുക്കുവാൻ സാധിക്കും. 1 പത്രോസ് 4:1 പറയുകയാണ്, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. കണ്ടോ, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ തിന്മകളെ ഓരോന്നോരോന്നായി നമുക്ക് കീഴ്പ്പെടുത്തി വിശുദ്ധമായ ആ ദൈവത്തോടുള്ള വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അനേകരെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. അതാണ് സകല വിശുദ്ധരും സകല അപ്പസ്തോലന്മാരും യേശുവിനോട് കൂടിച്ചേർന്ന ജോലി ഇതാണ്. ഇതുപോലെ ഏത് തരത്തിലാണോ നമ്മൾ ബലഹീനമാക്കപ്പെട്ടത്, ആ ബലഹീനമാക്കപ്പെട്ടതിലൂടെയാണ് നമ്മൾ കർത്താവിനെ അറിയുക. ആ ബലഹീനതയിലൂടെയാണ് കർത്താവിൻ്റെ ശക്തി പരിപൂർണമായിട്ട് നമ്മളിൽ പ്രകടമാകുക. 2 കൊരിന്തോസ് 12:7-10 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. ആ ദൈവത്തിൻ്റെ കൃപയെ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് ഏറ്റവും ബലഹീനമാക്കപ്പെട്ട അവസ്ഥയിൽ ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിച്ച് ശക്തി പ്രാപിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ദൈവമാണ് പ്രവർത്തിക്കുന്നത്, നമ്മളല്ല. നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടേതാണെന്ന് അഹങ്കരിക്കുകയോ അഭിമാനിക്കുകയോ ചെയ്താൽ അവിടെ തിന്മയുണ്ടാകുകയാണ്. ദൈവത്തിന് നമ്മൾ നമ്മുടെ ബലഹീനതമായ അവസ്ഥയെ പരിപൂർണമായിട്ട് വിട്ടുകൊടുത്ത് പ്രവർത്തിക്കുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്, ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ശക്തനായിരിക്കുന്നത്. ഈ ബലഹീനമായ അവസ്ഥയിലാണ് നമ്മൾ കൂടുതൽ ശക്തരാകുന്നത്. ഈ സമയത്ത് നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് ആ വചനം അനുസരിക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തോട് നമ്മൾ രൂപാന്തരപ്പെടണം. ആ വചനത്തെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, യേശുവിനെ സ്വന്തമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവിടെ നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നുണ്ട്. അതാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3:21 തിരുവചനത്തിൽ പറയുന്നുണ്ട്, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ക്രിസ്തുവിനോട് നമ്മൾ സ്വന്തമാകുമ്പോൾ, ക്രിസ്തുവിൻ്റെ വചനത്തിനോട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി ആ യേശുക്രിസ്തു ഈ ഭൂമിയെ കീഴ്പ്പെടുത്തി. യേശുക്രിസ്തു തിന്മയുടെ ശക്തിയെ കീഴ്പ്പെടുത്തിയത് കൊണ്ട് മനുഷ്യരായ നമുക്കും തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൽ യേശുവായിരിക്കും വിജയം വരിക. ഓരോ വ്യക്തിയെയും മാമോദിസ നൽകി നമ്മളെ ദൈവം വിട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ ക്രിസ്തുവിനെ സ്വന്തമാക്കി തിന്മയുടെ ശക്തിയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാനാണ്. ഓരോ കുടുംബങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് അവിടെ ആ മക്കൾക്ക് ദൈവരാജ്യം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതെല്ലാം യേശുവിനെ സ്വന്തമാക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു തീരുമാനത്തോടെ എടുക്കണം. എന്തു വന്നാലും എൻ്റെ ക്രിസ്തുവിനോട് കൂടെ ഞാൻ നിൽക്കും. എനിക്ക് അതിനുള്ള അനുഗ്രഹം ഈശോ തരണം. ഈശോയോട് നമ്മൾ അപേക്ഷിക്കുകയാണ്. ആ കർത്താവിലുള്ള ആശ്രയം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ആശ്രയത്തിലൂടെയാണ് നമ്മൾ ആ ക്രിസ്തുവിനോടൊപ്പം രൂപാന്തരപ്പെടുക. കാരണം നമ്മൾ സഹനങ്ങൾ വരുമ്പോൾ, പീഡനങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ പലപ്പോഴും ആ യേശുവിനെ ഉപേക്ഷിച്ച് പോകാറുണ്ട്. അതിന് ഈശോ നമുക്ക് തന്ന വലിയൊരു മാതൃകയാണ് വിശുദ്ധ പത്രോസിൻ്റെ. ഈശോയോട് കൂടെ നടന്ന ശിഷ്യനാണ് അദ്ദേഹം. വേദനയുടെ സമയത്ത്, ഒറ്റപ്പെടുത്തലിൻ്റെ സമയത്ത് യേശുവിനെ ഉപേക്ഷിച്ച് പോയി. അതിനുശേഷം അദ്ദേഹം അനുതാപത്തിലൂടെ യേശുവിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട്, ശിമിയോൻ ശിമിയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ പോയി നിൻ്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. അപ്പം നമ്മുടെ ഈ ബലഹീനമായ അവസ്ഥയിലും നമ്മൾക്ക് ശക്തി തരുന്നത് നമ്മുടെ ദിവ്യകാരുണ്യമാണ്.
നമ്മുടെ പരിശുദ്ധ കുർബാനയാണ്. നമ്മുടെ ബലഹീനതയിൽ നമ്മൾ ക്രിസ്തുവിനെ ആഗ്രഹിക്കുമ്പോഴാണ് അവിടുന്ന് നമ്മോട് കൂടെ ഉണ്ടായിരിക്കുക. ഈ ലോകത്തെ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഒന്നുമില്ലായ്മയിൽ യേശുവിനോട് കൂടെ ആയിരിക്കുക. യെശയ്യാ പ്രവാചന പുസ്തകം 50-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പറയാണ്, നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസൻ്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നത്? പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ദൈവത്തിൽ അഭിമാനം തേടുകയും ചെയ്യുന്നവർ തന്നെ. അപ്പം ദൈവം നമ്മളോട് പറയാണ്, ആരാണ് കർത്താവിനെ ഭയപ്പെടുന്നത്? ആരാണ് കർത്താവിൻ്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നത്? പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ. ഇങ്ങനെയുള്ളവരാണ്. നമ്മൾ ഈ വേദനയുടെ സമയത്ത് നമ്മളൊരു അന്ധകാരത്തിലായിരിക്കാം, നമ്മൾക്ക് ദൈവത്തിൻ്റെ പ്രകാശം കിട്ടാത്ത അവസ്ഥയിലായിരിക്കാം, ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്കുണ്ടായിരിക്കില്ല. ഈ സമയത്തും നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോഴാണ് നമ്മൾ ആ തിന്മ എന്ന ശക്തിയെ കീഴ്പ്പെടുത്താൻ സാധിക്കുക, ആ തിന്മയുടെ മേൽ വിജയം വരിക്കുക. യേശു എപ്പോഴാണ് തിന്മയുടെ മേൽ വിജയം വരിച്ചത്? ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മരുഭൂമിയിൽ വെച്ചാണ് യേശുവിന് പരീക്ഷണം ഉണ്ടാക്കുക. മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകുകയില്ല. അവിടെ വെച്ച് ഈശോ സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ഓരോ വചനങ്ങൾ അയച്ച് ഈശോ അവനെ കീഴ്പ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക. നമ്മൾ പരിപൂർണമായിട്ട് ഈശോയിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ ആ ഈ ദൈവത്തോടൊത്ത് നമ്മൾ രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 3:17 മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ്, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്നതുപോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ ദൈവത്തിൻ്റെ ദാനമാണ്. ഇങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുക. ആ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമുക്ക് ഏത് ജീവിതാവസ്ഥയെ തന്നുവോ ആ ജീവിതാവസ്ഥയെ നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അത് നന്മയുടെ ഒരു ഭാഗമായി മാറ്റുവാൻ 2 കൊരിന്ത്യർ 9:7 തിരുവചനത്തിൽ പറയുകയാണ്, ഓരോരുത്തരും സ്വന്തം തീരുമാനം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്സത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ഇതിൽ പറയാണ്, വൈമനസ്സത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. മറ്റുള്ളവർ നിർബന്ധിച്ചിട്ടൊന്നും ആകരുത്. നമ്മൾ സന്തോഷപൂർവ്വം നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് ദൈവം സ്വീകാര്യനാകുന്നത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. എന്തായാലും നമ്മൾ സന്തോഷപൂർവ്വം കർത്താവിന് കൊടുക്കുക, നന്ദിയോടെ ദൈവത്തിന് സമർപ്പിക്കുക. ആ ക്രിസ്തുവിനോടൊപ്പം രൂപാന്തരപ്പെടുവാൻ നമ്മൾ കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന വിശുദ്ധീകരണങ്ങൾ അത് പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ശക്തി ആർജിക്കുന്നത്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുന്നത്. അങ്ങനെ നമുക്ക് നമ്മളായിരിക്കുന്ന സ്ഥലത്തെ വിശുദ്ധീകരിക്കാൻ സാധിക്കും. അങ്ങനെയാണ് എല്ലാ വിശുദ്ധരും ഈ ഒരു വഴിയിലൂടെയാണ് കടന്ന് അവരുടെ ജീവിതം വിശുദ്ധമാക്കി മാറ്റിയത്. ഈ ലോകത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതമായിരുന്നു അവരുടേത്. തീർച്ചയായിട്ടും നമുക്കും ഇത് സാധിക്കും. അതാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നില്ലേ, 2 വാതിലുകൾ പറയുന്നുണ്ട്. വിശാലമായ വാതിലുമുണ്ട്, ഇടുങ്ങിയ വഴിയുണ്ട്. ഈ ഇടുങ്ങിയ വഴി തിരഞ്ഞെടുക്കുന്നവർ ചുരുക്കമാണ്. നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത്, ഈ മരണസമയത്ത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പാപം വീഴാതിരിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം നമ്മൾ വാങ്ങിക്കുകയാണ്. ഇന്ന് നമുക്ക് മരണം സംഭവിക്കുന്നത് പാപമുണ്ടാകുമ്പോഴാണ്. ഓരോ പാപത്തിൽ നമ്മൾ വീഴുമ്പോഴും അവിടെ ഒരു മരണം സംഭവിക്കുകയാണ്. ഈ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്നാണ് പറയുക. മിസ്റ്റർ ജോൺ മരിയ വിയാനി പറയുന്നുണ്ട്, അവസാനത്തെ ന്യായവിധിക്ക് ശേഷം മാത്രമേ മറിയം വിശ്രമിക്കുമുള്ളൂ. ഇപ്പോൾ അവൾ തൻ്റെ മക്കൾക്ക് വേണ്ടി തിരക്കിലാണ്. ആ മറിയം എപ്പോഴും നമുക്ക് വേണ്ടി തിരക്കിലാണ്.
കാരണം തിന്മയുടെ ശക്തി നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കാനും പാപത്തിൽ നമ്മൾ വീഴാതിരിക്കാനും മറിയം നമ്മൾക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥം വഹിക്കുകയാണ്. എന്തിനാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവ് നഷ്ടപ്പെടാതെ മരണത്തിൽ വീഴാതിരിക്കുവാൻ എപ്പോഴും പരിശുദ്ധ കന്യാമറിയം തിരക്കിലാണ് എന്നാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ തിരക്കിലായ മറിയത്തോടും മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈ ആത്മീയ യാത്രയിൽ ധീരരായി യുദ്ധം ചെയ്ത് നമ്മുടെ ഒട്ടം പൂർത്തിയാക്കുവാൻ ഈശോയോട് നമുക്ക് യാചിക്കാം, മറിയത്തോട് നമുക്ക് യാചിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.